ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സൊല്യൂഷൻ ഫോർ PSC. PSCയുടെ 10th 12th ഡിഗ്രി ലെവൽ എക്സാമിന് തയ്യാറാവുന്ന വിദ്യാർത്ഥികൾക്കും IRB SSC പോലുള്ള എക്സാമുകൾ തയ്യാറാവുന്ന വിദ്യാർത്ഥികൾക്കും വേണ്ടി തയ്യാറാക്കിയ ഇന്ത്യയിലെ നദികളെക്കുറിച്ചുള്ള ഒരു വിവരണം നമുക്കിന്ന് പരിചയപ്പെടാം. നദികൾ ഹിമാലയൻ നദികളുമുണ്ട്, ഉപദ്വീപീയൻ നദികളുമുണ്ട്. ഹിമാലയൻ നദികൾ ഹിമാലയത്തിലെ മഞ്ഞുപാളികൾ ഉരുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്ന് ജന്മമെടുക്കുന്ന മഹാനദികൾ. ഹിമാലയൻ നദികളുടെ പ്രഭവസ്ഥാനം ഉത്തരപർവ്വത മേഖലയാണ്. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അപ്പോൾ പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയൊക്കെ. നമുക്ക് സിന്ധു നദിയെക്കുറിച്ച് നോക്കാം. സിന്ധു നദി പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദിയെന്നും അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയെന്നും ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദിയെന്നും ഇതറിയപ്പെടുന്നു. സിന്ധു നദിയുടെ ഉത്ഭവം ബോഗാർചു ഗ്ലേസിയർ. സിന്ധു നദിയുടെ ആകെ നീളം 2850 കിലോമീറ്ററാണ്. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം 709 കിലോമീറ്ററും. സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ചൈന, ഇന്ത്യ, പാകിസ്ഥാനാണ്. സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ലേ. സിന്ധു നദിയുടെ പോഷക നദികളാണ് സത്ലജ്, ചിനാബ്, ബിയാസ്, രവി, സുറു, ഹൻസ, നൂബ്ര, ഹിൽജിത്ത്. അപ്പോൾ സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവയൊക്കെയാണ്. സിന്ധു നദീജല കരാർ 1960 സെപ്റ്റംബർ 19 ഇന്ത്യ പാകിസ്ഥാനിലെ ജവഹർലാൽ നെഹ്റു, മുഹമ്മദ് അയൂബ് ഖാൻ എന്നിവർ ചേർന്ന് ഒപ്പുവെച്ചു. ഇതിന് മധ്യസ്ഥത വഹിച്ചത് ലോക ബാങ്കാണ്. അപ്പോൾ സിന്ധു നദീജല കരാർ 1960 സെപ്റ്റംബർ 19 ഒപ്പുവെച്ചത്. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമാണ്. ഒപ്പുവെച്ച വ്യക്തികൾ ജവഹർലാൽ നെഹ്റു, മുഹമ്മദ് അയൂബ് ഖാനാണ്. ഈ കരാറിന് മധ്യസ്ഥത വഹിച്ചത് ലോക ബാങ്കാണ്. അടുത്തത് ഗംഗാ നദി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയെന്നും ഇന്ത്യയുടെ ദേശീയ നദിയെന്നും ഇന്ത്യയുടെ പുണ്യ നദിയെന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയെന്നും അറിയപ്പെടുന്നു. 2525 കിലോമീറ്ററാണ് ഗംഗാ നദിയുടെ നീളം. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രി ഹിമാനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഗംഗാ തടാകമാണ്. അപ്പോൾ ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രി ഹിമാനിയാണ്. ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങളായ 5 നദികളാണ് ഭാഗീരഥി, അളങ്കനന്ദ, മന്ദാകിനി, ധൗളിഗംഗ, പിണ്ടാർ എന്നിവ. അപ്പോൾ ഭാഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളിഗംഗ, പിണ്ടാർ എന്നിവ ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങളായ 5 നദികളാണ്. ഗംഗ പതിക്കുന്ന കടൽ ബംഗാൾ ഉൾക്കടലിലാണ്. ഗംഗയുടെ പ്രധാന പോഷക നദികളാണ് യമുന, കോസി, മഹാനന്ദ, അളകനന്ദ, സോൺ, ദാമോദർ, രാംഗംഗ എന്നിവയൊക്കെ. ബംഗാൾ ഉൾക്കടലിലാണ് ഗംഗ പതിക്കുന്നത്. അടുത്തത് യമുന. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരവും യമുനയാണ്. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെടുന്ന നദിയും യമുനയാണ്. യമുനയുടെ ഉത്ഭവസ്ഥാനം ബന്ദേർ പഞ്ച് മലനിരകളിലെ യമുനോത്രി ഹിമാനിയിൽ നിന്നാണ് യമുനയുടെ ഉത്ഭവസ്ഥാനം. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയും താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദിയെല്ലാം യമുന നദിയാണ്. യമുനയുടെ ഉത്ഭവസ്ഥാനം ബന്ദേർ പഞ്ച് മലനിരകളിലെ യമുനോത്രി ഹിമാനിയിൽ നിന്നാണ്. യമുനയുടെ ഏറ്റവും വലിയ പോഷക നദി ടോൺസ് ആണ്. മറ്റു പോഷക നദികളാണ് ചമ്പൽ, ബോത്വ, കെൻ എന്നിവ. അപ്പോൾ യമുനയുടെ ഏറ്റവും വലിയ പോഷക നദി ടോൺസ് ആണ്. മറ്റു പോഷക നദികളാണ് ചമ്പൽ, ബോത്വ, കെൻ എന്നിവയൊക്കെ. അടുത്ത നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയുടെ ചുവന്ന നദിയെന്നും ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദിയെന്നും ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയെന്നും ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയുടെ ചുവന്ന നദിയെന്നും ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദിയെന്നും ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയെന്നും അറിയപ്പെടുന്നു. ബ്രഹ്മപുത്രയുടെ ഉത്ഭവം ചമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ്.
ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് കാമോങ്, ധനുശ്രീ, ടീസ്റ്റ, ലോഹിത്, മനാസ്, ദിബാങ്, സുബൻസിരി. അപ്പോൾ ബ്രഹ്മപുത്രയുടെ ഉത്ഭവം ചമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ്. അടുത്തത് കോസി. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദിയാണ് കോസി. ഇന്ത്യയുടെ ദുഃഖമെന്നും ബീഹാറിൻ്റെ ദുഃഖമെന്നും അതിനെ പറയുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദിയാണത്. അടുത്തത് ദാമോദർ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ്. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദിയും ദാമോദർ നദിയാണ്. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയും ദാമോദർ നദിയാണ്. അടുത്തത് സത്ലജ്. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയതാണ് സത്ലജ്. ഇന്ദിരാഗാന്ധി കനാലിലേക്ക് വെള്ളം നൽകുന്ന നദിയാണിത്. സത്ലജ് നദിയുടെ ഉത്ഭവസ്ഥലം രക്ഷാസ്ഥൽ തടാകമാണ്. അടുത്തത് ചിനാബ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം നിർമ്മാണത്തിലിരിക്കുന്ന നദിയാണ് ഇത്. ചിനാബ് നദിയുടെ ഉത്ഭവം ബാരാലാച്ല ചുരം. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. അടുത്തത് ജലം. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി. ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ജലം. നീളം 725 കിലോമീറ്ററാണ്. ജലം നദീതീരത്താണ് അപ്പോൾ ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഉപദ്വീപീയ നദികൾ നോക്കാം. ഉപദ്വീപീയ നദികൾക്ക് പ്രധാനമായും ജലം ലഭിക്കുന്നത് മൺസൂൺ മഴകളിൽ നിന്നാണ്. പ്രധാന ഉപദ്വീപീയ നദികളാണ് നർമ്മദ, താപ്തി, സബർമതി, മാഹി, ലൂണി, കാവേരി, കൃഷ്ണ. അപ്പോൾ ഉപദ്വീപീയ നദികൾക്ക് പ്രധാനമായും ജലം ലഭിക്കുന്നത് മൺസൂൺ മഴകളിൽ നിന്നാണ്. അപ്പോൾ നർമ്മദയിലേക്ക് പോകാം. അപ്പോൾ ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണിത്. വിന്ധ്യ സാത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദിയും നർമ്മദയാണ്. ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദിയുമാണിത്. അടുത്തത് താപ്തി. താപ്തിയുടെ നീളം 724 കിലോമീറ്റേഴ്സാണ്. ഹാൻഡ്മെയ്ഡ് ഓഫ് നർമ്മദ എന്നും ഇതറിയപ്പെടുന്നു. താപ്തിയുടെ പോഷക നദികളാണ് പൂർണ, സുഗി, ഗിർന, പത്കി. അപ്പോൾ ഹാൻഡ്മെയ്ഡ് ഓഫ് നർമ്മദ എന്ന് താപ്തി അറിയപ്പെടുന്നു. അടുത്തത് ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയതാണ് ഗോദാവരി. പൂർണ്ണമായും ഇന്ത്യയിൽ കൂടി ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഗോദാവരി ഡെൽറ്റയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടൽക്കാട് കൊറിങ്ക കണ്ടൽക്കാട്. ഗോദാവരിയുടെ ഉത്ഭവസ്ഥലം. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയതും പൂർണ്ണമായും ഇന്ത്യയിൽ കൂടി ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. അടുത്തത് മഹാനദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി. പാരാദീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദീമുഖവും ഹിരാകുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയും മഹാനദിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഇതുപോലുള്ള PSC, IRB, SSC പോലുള്ള ജോബ് എക്സാമുകൾക്ക് തയ്യാറാവുന്ന വിദ്യാർത്ഥികൾക്കുള്ള കോച്ചിങ് ക്ലാസ് ലഭ്യമാകുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക്